ഈ ഒരു നിമിഷത്തിൽ ഇസ്രായേൽ വീണ്ടും ഒരു ഡ്രോൺ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അതും ഇറാഖിലെ ഇറാൻ സൈനിക താവളത്തിൽ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാന്റെ ഒരു അന്ത്യശാസനം ഉണ്ടായിരുന്നത് ഞങ്ങളുടെ മണ്ണിൽ നേരിട്ട് കയറി ആക്രമിച്ചേ ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളതാണ്. തിരിച്ചും ഇസ്രായേൽ ഇതേ രീതിയിൽ അന്ത്യശാസനം പറഞ്ഞിരുന്നു. എന്തായാലും പരസ്പരം നേരിട്ടുള്ള ആക്രമണം ഓരോ തവണ നടന്നെങ്കിലും ആരും വ്യോമാതിർത്തി കടക്കാതെയാണ് അടിച്ചിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള അറ്റാക്കാണ്. അപ്പോൾ നേരിട്ട് വന്ന് യുദ്ധവിമാനങ്ങൾ വന്ന് ബോംബിട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലിബ്രേറ്റഡ് വാർഫെയർ എന്ന് പറയാം. വളരെ കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ട് ഇത്ര ഔൺസ് ഇത്ര തൂക്കം എന്നൊക്കെ പറയുന്ന പോലെ ഇത്ര മിസൈലുകൾ ഇത്ര ഡ്രോണുകൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സമയത്ത് എന്നുള്ള രീതിയിലാണ് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ ഇറാൻ ഒരു കാര്യം പ്രഖ്യാപിച്ചു, ഇസ്രായേൽ നടത്തിയ ആക്രമണം അങ്ങനെ വലിയ രീതിയിലുള്ളതായിരുന്നില്ല എന്ന് മാത്രമല്ല നേരിട്ട് ഇറാൻ്റെ മണ്ണിലേക്ക് കടന്നിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവർ ഇനിയൊരു തുറന്ന യുദ്ധത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേലും ഏതാണ്ട് ആ തരത്തിലാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡയറക്ഷൻ ദിശ മാറ്റിയിട്ട് സിറിയയിൽ അതുപോലെ തന്നെ ഇറാഖിൽ അടക്കമുള്ള രാജ്യങ്ങളിലാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ വളരെ രീതിയിലുള്ള ആക്രമണം നടത്തുന്നത്. പ്രത്യേകിച്ച് ലെബനനിലെ ഹെസ്ബുള്ളയ്ക്ക്, ഇസ്രായേലിനെതിരെ പോരാടുന്ന ഗസയിൽ ഹമാസിന്, അതുപോലെ തന്നെ ഹൂതികൾക്ക് യമനിൽ എല്ലാ സഹായം എത്തിച്ചു കൊടുക്കുന്നത് സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നുമാണെന്ന് ഇസ്രായേൽ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള ഇപ്പോഴത്തെ ഒരു ഫോക്കസ് സിറിയയിലും ഇറാഖിലുമുള്ള ഇറാൻ്റെ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചത്. ഇറാൻ്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന പോലെയല്ല, കോൺസുലേറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇറാൻ്റെ മണ്ണിൽ ആക്രമിക്കുന്നത് പോലെ തന്നെയാണ്. 2 ജനറൽമാരെ കൊലപ്പെടുത്തിയത് ഏപ്രിൽ 1-ന്. അതിന് പകരമായിട്ടാണ് വൻതോതിലുള്ള അറ്റാക്ക് നടത്താൻ 300 ഡ്രോണുകളും മിസൈലുകളുമായിട്ട് ഇറാൻ ആക്രമിച്ചത്. എന്തായാലും അതിനൊരു ശമനം വന്നിരിക്കുന്നു. അപ്പോൾ തൽക്കാലം യുദ്ധം ഒഴിവായിട്ട് അതേപോലെ ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരു ഓപ്പൺ വാറിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് നിൽക്കുന്നതാണ് കേട്ടോ. പല ദിവസങ്ങളായിട്ട് ഇസ്രായേൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇറാനെ ഒരുപാട് ഭയക്കുന്നുണ്ട് ഒരു ഓപ്പൺ വാറിന്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരുപാട് ഭയക്കുന്നുണ്ട് ഒരു ഓപ്പൺ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ. അഥവാ ഇറാന് ഒരുപക്ഷെ ഇറാൻ്റെ കൈകളിൽ ആണവായുധമുണ്ടോ എന്നൊക്കെ അത്തരത്തിലുള്ള ഭയങ്ങളൊക്കെ ഭീതിപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. കാരണം ഏത് നിമിഷവും ഒരു സ്പാർക്ക് മതി. 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലൊക്കെ എസ്കേൻ അറിയാലോ, പേൾ ഹാർബറിലൊക്കെ നടന്ന ആക്രമണങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ജപ്പാൻ കയറി അമേരിക്കയെ ആക്രമിക്കുന്നു, അമേരിക്ക 2-ാം ലോക മഹായുദ്ധത്തിന് ഇറങ്ങുന്നു. ആ തരത്തിൽ എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധം കൂടുതൽ ശക്തമാവില്ല. എന്നാൽ എസ്കേൻ ഒരു വലിയ ഉണ്ടായിട്ടുള്ളത് ഗസയിൽ ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. റഫ ആക്രമിക്കരുതെന്ന് അമേരിക്ക അടക്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റഫയിൽ 10 ലക്ഷം അഭയാർത്ഥികളുള്ള പ്രദേശത്തിൻ്റെ ഒരു ഭാഗത്ത് കയറി ഇസ്രായേൽ ആക്രമിച്ചു. 15ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മരണസംഖ്യ 34,000 കവിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു. ഒപ്പം ഇറാനിയൻ ആൾക്കാർ, അവരുടെ പട്ടാളക്കാർ തട്ടിക്കൊണ്ടുപോയ കപ്പൽ, ഇസ്രായേൽ ബന്ധമുള്ള കപ്പലിലെ 25 ജീവനക്കാരെ മോചിപ്പിച്ചു എന്ന വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. ഇസ്രായേൽ ഈ ഒരു അവസരത്തിൽ ഇനി ഈ ഒരു യുദ്ധം ഏതൊരു ലെവലിലേക്ക് പോവും എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു ആശങ്കയിലാണ് കേട്ടോ. കാരണം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. മാത്രമല്ല പശ്ചിമേഷ്യ ശരിക്കും പറയുകയാണെങ്കിൽ വിറച്ചിരിക്കുന്നുണ്ട്. ഒരിടത്ത് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ UAE-യിലൊക്കെ വെള്ളപ്പൊക്കവും മഴയൊക്കെ ആയിട്ട് ഒരുപാട് പ്രയാസങ്ങളിലാണ്. അതേസമയം ഇങ്ങ് വശത്ത് ഇറാനും അതേപോലെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരു ഭീതിയിലാണ് നിൽക്കുന്നത്. അപ്പം എന്തും സംഭവിക്കാം എന്നുള്ള ഒരു ഇതിലേക്കാണ്. അതേപോലെ തന്നെ അഷ്റഫ് റൈസി, ഇറാൻ്റെ അഷ്റഫ് റൈസി എന്തിനേയും എതിർക്കാനുള്ള, ഏത് വിധത്തിലും അറ്റാക്ക് ചെയ്യാനുള്ള, ഏത് വിധത്തിലും ഒരു ഓപ്പൺ വാർ ഉണ്ടായിക്കഴിഞ്ഞാൽ അഷ്റഫ് റൈസി ഏത് വിധത്തിലും തിരിച്ചടിക്കും എന്നുള്ള അതിശക്തമായ ഇതിലാണുള്ളത്.
കഴിഞ്ഞ മുൻ ദിവസങ്ങളിൽ പിന്നെ ഇറാന് ഇസ്രായേലിൽ പിന്നെ ഡ്രോൺ അറ്റാക്ക് നടത്തിയിരുന്നെങ്കിലും ആ ഡ്രോൺ അറ്റാക്ക് ശരിക്കും നടത്താനുണ്ടായ ഒരു കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സിറിയൻ കോൺസുലേറ്റിൽ അവർ പിന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കരമായിട്ട് ആ ഒരു അറ്റാക്കാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്ഷോഭിതമാക്കിയത്. അത് ആ ഒരു ഇത് കാരണം ഇൻ്റർനാഷണലി അതായത് ഐക്യരാഷ്ട്രസഭയുടെ ലോ പ്രകാരം ഒരു രാജ്യത്തിൻ്റെ നയതന്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസുകൾക്ക് അത്തരത്തിലതിലേക്ക് ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതിന് നേരിട്ട് തിരിച്ചടിക്കാം. ശരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള വ്യക്തമായ റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ റഷ്യ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. അതേസമയം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വാറ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇത് നമ്മൾ കഴിഞ്ഞ എത്രയോ മാസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്ക കൊടുക്കാം എന്ന് പറയുന്നു. ജോ ബൈഡന് താല്പര്യമുണ്ട്. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടി നേതൃത്വം നൽകുന്ന US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ജനപ്രതിനിധി സഭ അത് പാസ്സാക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്പീക്കർ റിപ്പബ്ലിക്കൻ ആയിരുന്നെങ്കിലും മൈക്ക് ജോൺസൺ അദ്ദേഹം വളരെ ശക്തമായിട്ടൊരു പൊളിറ്റിക്കൽ തീരുമാനമെടുത്ത് ഇത് സഭയിൽ പാസ്സാക്കിയിരിക്കുന്നു. $60 ബില്യൺ ആണ്. എന്നുവെച്ചാൽ $6000 കോടി ഇൻറ്റു 84. അപ്പോൾ വലിയൊരു തുകയാണ് പാസ്സാക്കിയിരിക്കുന്നത്. പക്ഷേ ഉണ്ടായിരിക്കുന്നത് ഇത്രയും കാലം ഇത് കാലതാമസം വന്നത് മൂലം ഉക്രൈൻ എന്താ പറയുക, യുക്രൈൻ വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അത് റഷ്യ തിരിച്ചു പിടിച്ചു. റഷ്യ ഓരോ നഗരങ്ങളും ഗ്രാമങ്ങളും തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സെലൻസ്കി പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീണുപോകും, റഷ്യ ജയിക്കും. റഷ്യ ജയിച്ചാൽ റഷ്യ ഉക്രൈനിൽ നിൽക്കില്ല. യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് റഷ്യ അവർ മുന്നോട്ട് പോകും. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ വളരെ ചിന്താപരമായിട്ട് തന്നെ അവർ ഫണ്ടൊക്കെ നൽകാനും അവസാനം തയ്യാറായിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഫണ്ട് പാസ്സായിരുന്നില്ല. ഈ മണിക്കൂറുകളിൽ അത് പാസ്സായി എന്ന വാർത്ത ലോകമാധ്യമങ്ങളിലൊക്കെ നിറയുകയാണ്. $61 ബില്യൺ. അത് ഇസ്രായേലിനും കൊടുക്കാൻ വേറെ തീരുമാനമുണ്ട്. തായ്വാന് നൽകുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപക്ഷെ അമേരിക്കൻ കോൺഗ്രസിൻ്റെ സ്പീക്കർ മൈക്ക് ജോൺസന് സ്പീക്കർ സ്ഥാനം വരെ പോകാൻ സാധ്യതയുണ്ട്. കാരണം ട്രംപിനെ അനുകൂലിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തീവ്രവാദികളൊക്കെ പറഞ്ഞത് ചെയ്യരുതെന്നാണ്. കാരണം ജോ ബൈഡൻ ഈ വർഷം തോൽക്കണമെങ്കിൽ ഉക്രൈനിന് സഹായം കിട്ടാൻ പാടില്ല. ഇപ്പം അമേരിക്ക ഉക്രൈന് സപ്പോർട്ടായി കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു മൂന്നാം ലോകയുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭീതിയിലാണ് ഇപ്പോൾ ലോകം. സത്യം പറഞ്ഞാൽ ഏതൊരവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്ന അറിയാത്തൊരു വിധത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ പിന്നെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വാറ് നടക്കുകയാണെങ്കിൽ ഇതൊരു ശക്തമായ ലെവലിലേക്ക് പോകുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അമേരിക്കയിലെ ബൈഡൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് തായ്വാന് അതേപോലെ പിന്നെ ഉക്രൈനൊക്കെ അമേരിക്ക പിന്നെ ഈ ഫണ്ട് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഫണ്ട് പാസ്സാവോ ഇല്ലേ എന്നുള്ള ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അമേരിക്ക അതിനു വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഉക്രൈനു വേണ്ടിയിട്ടുള്ള ആയുധങ്ങളും കൊടുക്കുന്നുണ്ട്. അതേപോലെ സൈന്യത്തെ കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിന് പിറകിൽ നടക്കുന്നുണ്ട്. തോൽക്കണം, ഉക്രൈൻ തോറ്റാൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തോൽവിയാവും. അങ്ങനെ അദ്ദേഹത്തെ ഇലക്ഷൻ തോൽപ്പിക്കാം എന്നുള്ള ഒരു നെഗറ്റിവിറ്റി ആയിരുന്നു. പക്ഷെ അതിന് ബദലായിട്ട് ഇപ്പോൾ അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ അത് പാസ്സാക്കിയിരിക്കുന്നു. ഇനി സെനറ്റിൻ്റെ നോടുകൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പൈസ അയക്കാൻ തുടങ്ങുന്നു എന്നാണ് അറിയുന്നത്. പൈസ മാത്രമല്ല, വൻതോതിലുള്ള സൈനിക സഹായമുണ്ട്, ലോങ് റേഞ്ച് മിസൈലുകളുണ്ട്. ഉക്രൈൻ യുദ്ധം തിരിയാനുള്ള സാധ്യതയുണ്ട്. റഷ്യ അതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് കളിയാക്കിക്കൊണ്ടാണ് അമേരിക്ക വലിയ കാശുകാരാവും ഇതുവഴി, ഉക്രൈൻകാർ കൂടുതൽ മരിച്ചുകൊണ്ടിരിക്കും, യുദ്ധം കൂടുതൽ ശക്തമാവും എന്നുള്ളത് ശരിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും യുദ്ധം കൂടുതൽ മുറുകാനാണ്. പിന്നെ യൂറോപ്യൻ യൂണിയന് കൂടുതലായിട്ടും ഈ പിന്നെ ഇതേ സമയം ഉക്രൈൻ്റെ കൂടെയാണ് യൂറോപ്യൻ യൂണിയൻ നിൽക്കുന്നത്. അതേസമയം യൂറോപ്യൻ യൂണിയനും പണം നൽകി സഹായിക്കാം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയും ഇത് ഒരു വേൾഡ് വാറിലേക്ക് ലോകം മുഴുവനെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇത്രയും വലിയ ലോകത്തെ വലിയ സഖ്യകക്ഷികൾ തമ്മിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ ഇത് ലോകത്തൊരു വലിയ വേൾഡ് വാറായിട്ട് മൂന്നാം ലോക മഹായുദ്ധമായി മാറുമോ എന്നുള്ള ഒരു സംശയത്തിലേക്കാണ് നമ്മൾ ചിന്തകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യ ഒരിടത്ത് അങ്ങനെ വലിയ വിഷയത്തിലേക്ക് പോകുന്നു. അതേസമയം തന്നെ
പിന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയങ്ങൾ മറ്റൊന്ന്. അതേസമയം ഗസയിൽ ഇന്നലെ ആയിട്ട് പിന്നെ ഖാൻ യൂണിവേഴ്സ് ഖാൻ അത് ഒരു ചാരിറ്റി സംഘടന UAE നിന്നും വന്നിട്ട് അവരുടെ ഭക്ഷണം വിതരണം ഒക്കെ മാസങ്ങൾക്ക് ശേഷം അതിന് അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം കുറേ മാസങ്ങളായിട്ട് അവർക്ക് പിന്നെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനൊക്കെ ഒരുപാട് തടസ്സങ്ങളായിരുന്നു ഇസ്രായേൽ അതിനെ അംഗീകരിക്കാത്തയും ഒരു പ്രശ്നത്തിലുണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല UAE കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പാരച്യൂട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഗസയിലേക്ക്. ഒരുപാട് പാരച്യൂട്ടുകൾ അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം മറ്റൊരു വഴിയില്ല. അപ്പോൾ അത്തരത്തിൽ പിന്നെ ഗസയിൽ മാത്രമല്ല ഗസയിൽ റഫേൽ കഴിഞ്ഞ ദിവസം റഫേൽ പിന്നെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗസയിലെ അൽനാസർ ആശുപത്രിയിലും കൂട്ടക്കുഴിമാടം. ആശുപത്രി പരിസരത്ത് നിന്ന് 150-ലേറെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ഗസയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 2000 പേരെ കാണാനില്ലെന്നാണ് വിവരം. അൽഷിഫ ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടേതും ഉൾപ്പെടെ 400-ലേറെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഒട്ടനവധി കുട്ടികളൊക്കെ മരണപ്പെടുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് മൊത്തത്തിൽ ഒരു യുദ്ധഭീതി ഭയങ്കരമായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് സമാനമായി വളരെ ഹൃദയഭേദകമായിട്ടുള്ള രംഗങ്ങളാണ് ഇന്നിപ്പോൾ അൽനാസർ മെഡിക്കൽ കോംപ്ലക്സിലും രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് പോലെ 2 കൂട്ടക്കുഴിമാടങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് 150 മൃതദേഹങ്ങളുണ്ട്. അതിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കണ്ടെടുത്ത മൃതദേഹങ്ങൾ പലതിൻ്റെയും അവയവങ്ങൾ മോഷ്ടിക്കപ്പെട്ട രീതിയിലാണ് എന്നുകൂടി ഗസയിലെ സിവിൽ വകുപ്പും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം പല മൃതദേഹങ്ങളും വിവസ്ത്രമാക്കപ്പെട്ട രീതിയിലാണ്. അത് മാത്രമല്ല ബുൾഡോസറിന്റെ ഉപയോഗം പല മൃതദേഹങ്ങളെയും വികൃതമാക്കാൻ ഉപയോഗിച്ചതായിട്ടുള്ള കണ്ടെത്തലും രൂപപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് അൽനാസർ മെഡിക്കൽ കോംപ്ലക്സിൽ ഇപ്പോഴുള്ള ഒരു നിഗമനപ്രകാരം കൂടുതൽ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 700 പേരെങ്കിലും ഇവിടെ മാത്രം കുരുതി ചെയ്യപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അന്തർദേശീയ തലത്തിലുള്ള ഒരു സമിതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിയന്തരമായിട്ട് അന്വേഷിക്കുകയും ഏറ്റവും വലിയ ഈ ക്രൂരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന് കൂടിയാണ് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഏതാണ്ട് 2000-ഓളം പേരെയാണ് ഈ പ്രദേശത്ത് നിന്ന് മാത്രം കാണാതായിരിക്കുന്നത്. അവരെ എങ്ങോട്ട് കൊണ്ടുപോയി, അവരിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ, അതല്ല അവരെയും ഇതേപോലെ കൊന്നുതള്ളി കൂട്ടക്കുടിമാടങ്ങൾ ഒരുക്കി സംസ്കരിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഈ 2000 കാണാതായ ആളുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലിപ്പോൾ രോഗികളുണ്ട്, അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാരുണ്ട്, സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള വലിയൊരു വിഭാഗമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന്. ഏതൊരു അവസ്ഥയിലേക്ക് യുദ്ധം പോവും എന്നും ഏതൊരു അവസ്ഥയിലേക്ക് മനുഷ്യനെ എന്താ പറയാ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു ചെറിയ പല വിഷയങ്ങളും വലിയ വിഷയങ്ങളായിക്കൊണ്ട് ഇന്ന് ലോകത്ത് ഒരു ഭയങ്കരമായ പ്രശ്നത്തിലേക്കാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ ഫാസിസത്തിൻ്റെ അതിശക്തമായ പ്രഭാവങ്ങളും തരത്തിലുള്ള വിഷയങ്ങൾ ഇന്ത്യയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളിവിടെ ലോക്സഭാ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ്. ഈ ഒരു ലോക്സഭാ ഇലക്ഷനിൽ ഏതൊരവസ്ഥയിലേക്കാണ് ഇന്ത്യ പോകുന്നത് എന്ന് പറയാൻ പറ്റൂല. കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു ലോകത്തിലുള്ള ഇപ്പോഴുള്ള ഈ അവസ്ഥകളൊക്കെ ഒരു ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് മാറുമോ, എന്തായിരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളതിലൊക്കെ മനുഷ്യസ്നേഹികളൊക്കെ ചിന്തയിലാണ്.